ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ ഫോർത്ത് ലെസൺ ഏതാണ്? ഒരു ഗ്രാമരംഗം. ഒരു ഗ്രാമരംഗം അല്ലേ? നിങ്ങൾ ചങ്ങമ്പുഴനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലേ? മുഴുവൻ പേര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴനെ പറ്റി എന്താ കേട്ടത്? എന്തൊക്കെയാ കേട്ടത്? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതി ഉണ്ട്. എന്താ? രമണൻ അല്ലേ? രമണനാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ്. എന്താ അതിലത്തെ വരികൾ അറിയോ? എന്താണ് അതിരാ? മലരണിക്കാടുകൾ. രമണനിലത്തെ ഫസ്റ്റ് വരി എന്നാണ്? രമണനിലത്തെ വരികൾ തന്നെ ഇത്. രമണനിലത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രമണൻ ഇതില് കുറച്ച് വരികളല്ലേ ഉള്ളത്? കാനന ഛായയിലാടുമേയ്ക്കാനുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ചന്ദ്രിക എന്ന അദ്ദേഹത്തിന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയാണ് അല്ലേ അത്? എന്താണ്? കാനന ഛായയിലാടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല. ആതിര പാടുന്നുണ്ടല്ലോ. അതിനൊക്കെ അറിയോ വരികളെ? പാടില്ല പാടില്ല പാടിയെന്ന് നോക്കട്ടെ. അമ്മയെന്നും പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. അങ്ങനെയാണല്ലേ വരികള്? അപ്പൊ പണ്ടത്തെ കാമുകന്മാർ എന്താ പാടിയത്? പാടില്ല ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ചോദിച്ചാൽ പാടില്ല പാടില്ല എന്നാ പറഞ്ഞത്. പാടേ മറന്നൊന്നും ചെയ്തുകൂടാന്ന് അല്ലേ? നമ്മള് അച്ഛനമ്മമാരെ പറ്റിയല്ലോ ആലോചിക്കണം. പാടേ മറന്നിട്ടൊന്നും ചെയ്തുകൂടാന്നാണ് പഴയ കാലത്തെ കാമുകന്മാർ പാടിയത്. എന്നാ ഇപ്പോഴത്തെ കാമുകൻ എന്താ പാടുക? ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് പാടും അല്ലെ? വിളയാടാന്ന് പറയും. എന്നാ നല്ലൊരു പാട്ടുണ്ടല്ലോ. ആരും വീട്ടിലില്ല, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാന്ന് പറയും അല്ലേ? ഇപ്പോഴത്തെ കാമുകന്മാർ അതാണ് വ്യത്യാസം. നിങ്ങള് ആരെങ്കിലും പ്രേമിക്കാനായിട്ട് വലുതായിട്ട് പോകുമ്പോ ഇതാണ് ചിന്തിക്കേണ്ടത്. പഴയ കാലമല്ല, ന്യൂ ജനറേഷൻ കാലാണ്. അപ്പൊ സൂക്ഷിച്ചും കണ്ടും ഒക്കെ മുന്നോട്ട് പോവുക അല്ലേ? പഴയതുപോലെയല്ല, ഇപ്പോ സൂക്ഷിച്ചിട്ട് വേണം മുന്നോട്ട് നടക്കാൻ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേര് വഞ്ചിക്കാൻ വരും. പക്ഷെ നമ്മൾ അതിലൊന്നും വീഴാതെ, അവരുടെ വലയിലൊന്നും വീഴാതെ എന്ത് ചെയ്യണം? നല്ലതായിട്ട് മുമ്പോട്ട് പോകണം അല്ലേ? അതല്ലേ വേണ്ടത് നമ്മുടെ ഇനിയിലെ തലമുറ. ന്യൂ ജനറേഷൻ നമ്മൾ അടിപൊളിയിലേക്ക് പോവാതെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക അല്ലേ? എല്ലാം നല്ലതാണ്, പക്ഷെ നമ്മുടെ നന്മയ്ക്ക് മാത്രമാവണം അതൊക്കെ. നമ്മുടെ മോശത്തിലേക്ക് വരരുത്. നമ്മള് വളരും തോറും നമ്മളെ സ്വഭാവം നല്ലതായിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത് നല്ലതാണ്, ഓക്കെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും നമ്മളെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണം അല്ലെ? എന്നാലേ നമുക്ക് വിജയം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ പണ്ടത്തെ കാമുകന്മാർ എന്താ പറഞ്ഞത്? ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കും, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ ചോദിക്കുമ്പോ അയ്യോ വരാൻ പാടില്ല, നമ്മള് മറ്റുള്ളവരെ കൂടി ചിന്തിക്കണം എന്നാ പറഞ്ഞത് അല്ലേ? പാടേ മറന്നൊന്നും ചെയ്തുകൂടാന്നാ പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ പാട്ടിൽ എങ്ങനെയാ? എല്ലാം വ്യത്യസ്തമാണ് അല്ലേ? ഓക്കെ. ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും അറിയില്ലേ പാട്ട്? എന്താ ശരിയാ പാട്ട്? വിളയാടാന്ന നല്ലൊരു പാട്ടുണ്ടല്ലോ. നേരെ ഓപ്പോസിറ്റ് ആണ് അതിന് അല്ലേ? അല്ലേ ശ്രീവിഷ്ണു അറിയോ ആ പാട്ട്? അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അങ്ങനെ അതിലേക്കാണ് പോകുന്നത് അല്ലേ? നമ്മള് ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഇത്രയും കാലം വളർത്തി വലുതാക്കി നമ്മൾ അച്ഛനമ്മമാരെയോ മറ്റു നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന നമ്മുടെ അച്ഛനമ്മമാരെയോ ഒക്കെ ആരും ചിന്തിക്കുന്നില്ല. ഒരു 10-20 വയസ്സാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ 10-18 വയസ്സാകുമ്പോഴേക്ക് ഇത്രയും കാലം പഠിപ്പിച്ച അച്ഛനെയോ അമ്മയോ ഒന്നും ആലോചിക്കാതെ ഒരു സുപ്രഭാതത്തിൽ കണ്ട ഒരുത്തന്റെ കൂടെ അങ്ങ് ഇറങ്ങി പോവാണ് അല്ലേ? അപ്പൊ ജീവിതത്തിൽ എന്താവും, എങ്ങനെയാവും ഒന്നും ചിന്തിക്കുന്നില്ല കുട്ടികൾ അല്ലേ? പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത് ഒരു കാരണവശാലും. നിങ്ങൾ സ്നേഹിക്കുക എല്ലാം ഒക്കെയാണ്, പക്ഷെ നമ്മള് ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണം അല്ലേ? അപ്പൊ നമുക്ക് ജീവിത വിജയം കിട്ടും അല്ലേ? അവരെ അങ്ങനെയല്ലേ? ഇനി ചെയ്യോ അല്ലേ?
എല്ലാം അടിച്ചു പൊളിക്കുക എല്ലാം ചെയ്യാം. പക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഓർമ്മിച്ചു കൊണ്ടാവണം നമ്മുടെ യാത്ര അല്ലെ. മുമ്പോട്ടുള്ള യാത്ര എപ്പോഴും നമ്മളെ എന്താ പറയാ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലെ. നിങ്ങളെ ഇപ്പം ഒരുപാട് മലയാളം മീഡിയം സ്കൂളുകള് പൊതുവിദ്യാലയങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അല്ലെ. ഫീസ് കൊടുക്കാതെ അരി ഇങ്ങോട്ട് കിട്ടി ഒക്കെ കിട്ടുന്ന സഹായം ഹെൽപ്പുകൾ കിട്ടുന്ന സ്കൂളുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇന്നത്തെ സ്കൂളുകൾക്ക് വിടുന്ന അറിയോ? നിങ്ങൾ അല്പം ഇംഗ്ലീഷ് പഠിക്കണം അല്ലെ. നല്ല ഫ്ലുവൻ്റ് ആയി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. അതുപോലെ നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവണം. അതൊക്കെ വിചാരിച്ചാൽ നിങ്ങളെ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കൊക്കെ വിടുന്നത്. ട്രൂലൈറ്റ് പോലത്തെ നല്ല സ്കൂളുകളിലേക്ക് എന്തിനാ വിടുന്നത്? ട്രൂലൈറ്റ് കുറച്ച് കുറവാണ്, ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന മറ്റു സ്കൂളുകളും ഉണ്ട്. അപ്പൊ അതിലേക്കെല്ലാം എന്തിനാ നിങ്ങളുടെ കുട്ടികളെ അച്ഛന്മാരും അമ്മമാരും വിടുന്നത്? കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിടുന്നവരുണ്ട് അല്ലെ. നിത്യം ദിവസവും സാധാരണ പണിയെടുത്ത് വിടുന്നവരുണ്ട്. എന്തിനാ വിടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പലരും ഇപ്പൊ ഓൺലൈൻ ക്ലാസ് കയറാതെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നടത്തുന്നതുകൊണ്ട് ഒരു ഫോൺ തന്നെ വാങ്ങി, ലാപ്പ് വാങ്ങി, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വാങ്ങി സെറ്റാക്കി നിങ്ങളെ എന്തിനാ പഠിപ്പിക്കുന്നവര്? എന്തിനാ പഠിപ്പിക്കുന്നേ? നിങ്ങൾ നാളെ ഒരു ഉയർന്ന നിലയിലെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ഹെൽപ്പ് ചെയ്യണം അല്ലെ. അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഉയർന്ന നിലയിലെത്തുന്നത് ഓരോ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഉയർന്ന നിലയിലെത്തണം. അതുപോലെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടികളും നല്ലൊരു നിലയിലെത്തണം നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പടി വെക്കുമ്പോഴും ശ്രദ്ധയോടെ മുമ്പോട്ട് പോകണം അല്ലെ. നമ്മുടെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരു തുണയാണ് അല്ലെ ഭാവിയില്. അതല്ലേ എല്ലാ കുട്ടികളും ആഗ്രഹം ആണോ? അല്ല, ഡാഡി മമ്മി വീട്ടിലില്ല അതിന്റെ പാട്ടും പാടി നടക്കാറാണോ? അല്ല അല്ലെ. അപ്പോ ഈ ചങ്ങമ്പുഴയിൽ രമൺ ആ ഒരു വരികളിൽ നമുക്ക് വായിക്കുമ്പോ വല്ലാത്തൊരു എന്താ തോന്നുക? പഴയകാലത്തെ ആ സ്നേഹത്തിന്റെ പവിത്രതയിലേക്കാണ് നമ്മൾ പോവുക അല്ലെ. ആ ലൈനല്ല നമുക്കിപ്പോഴുള്ളത്. ഒരു ഗ്രാമരംഗം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കാവ്യ സമാഹാരത്തിലെ ഏതാനും വരികളാണ്. അപ്പോ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റോരാലസൽ ഗ്രാമഭംഗി. പിന്നോ പുളകം പോൽ കുന്നിൻ പുറത്തു വീണ മുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലേ അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ഒരു ദൂരെ പൂമഴയായി പിന്നെ തളിരും മലേരും തരുപ്പടർപ്പും തണലും തണുവാണിപ്പുൽപ്പരപ്പും കളകളം പെയ്തങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമധു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പൂച്ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിധാനിതമാം പല പല താഴ്വരത്തോപ്പുകളും പവിഴക്കതിർക്കൂല ചാർത്തണിഞ്ഞ പരിചേഴും നെൽപ്പാടവീഥികളും ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം ആവേറും ഗ്രാമരംഗം
ഭുവനേക സ്വർഗമായി തീർത്തിരുന്നു. അപ്പൊ ഒരു ഗ്രാമരംഗം എന്നാണ് നമ്മുടെ കവിതയുടെ പേര്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കാലത്തിലെ വരികളാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഗ്രാമത്തിന്റെ ഭംഗിയാണ് ഇതിൽ കൂടി ദർശിച്ചത് അല്ലെ നമ്മള്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പറ്റി നമുക്കൊന്ന് പഠിക്കാം അല്ലെ. അപ്പൊ ചങ്ങമ്പുഴയെ പറ്റിയാണ് മിസ് പറഞ്ഞത്. ആദ്യം തന്നെ മലയാള കവിതയിലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന മലയാള കവിയാണ് ആര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലെ. മലയാള കവിതയിലെ ഗാനഗന്ധർവൻ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് അല്ലെ. നമ്മുടെ മ്യൂസിക്കിൽ ആരാണ് ഗാനഗന്ധർവൻ എന്ന് പറയുക? യേശുദാസിന് പറയാറുണ്ട് അല്ലെ. നമ്മള് ഗാനഗന്ധർവൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, അപ്പോ മലയാള കവിതയിലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന മലയാള കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. ബാഷ്പാഞ്ജലി, രമണൻ, സങ്കല്പകാന്തി, രക്തപുഷ്പങ്ങൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, സ്വരരാഗസുധ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1948 ജൂൺ 17 അന്തരിച്ചു അല്ലെ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പറ്റി കുറച്ച് കേട്ടു അല്ലെ, നമ്മളെ അറിഞ്ഞില്ലേ? പിന്നെന്താ? അപ്പൊ നമുക്ക് പാട്ട്, എന്താ പാട്ട്? മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി. എന്താ പറയുന്നത് ഗ്രാമത്തിന്റെ ഭംഗിയെ പറ്റി? മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി അല്ലേ. ഗ്രാമത്തിന്റെ ഭംഗിയെ കുറിച്ചാണ് പറയുന്നത്. മലരണിക്കാടുകൾ, മലരണിക്കാടുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കൾ നിറഞ്ഞ മരങ്ങൾ അല്ലെ. മലര് പൂക്കളല്ലേ മലര്, നമുക്ക് കേട്ടിട്ടുണ്ടോ? താര്, മലര് എന്നെല്ലാം. ഓക്കെ, അപ്പൊ മലരണിക്കാടുകൾ, പൂക്കൾ നിറഞ്ഞ മരങ്ങൾ. ജീവക്ക് സ്ട്രക്കാണോ? കേൾക്കുന്നില്ലേ? ആണെന്ന് തോന്നുന്നു, സ്ട്രക്കായിരിക്കുന്നതാണ് ജുവാനും ജീവി. ഓക്കെ, അപ്പോ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി പൂക്കൾ നിറഞ്ഞ മരങ്ങളാൽ ചുറ്റപ്പെട്ട അല്ലെ. മരതകം പച്ചപ്പാണ് അല്ലെ, ഹരിതകം പച്ചപ്പ്. അപ്പോ മരതക കാന്തി പച്ചവർണ്ണത്തിന്റെ ശോഭ, മരതകത്തിന്റെ ശോഭ. മരതകം എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എന്നർത്ഥം. അപ്പോ മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, അപ്പൊ പൂക്കളാലും പച്ചപ്പിനാലും നിറയപ്പെട്ട് കരളും മിഴിയും കവർന്നു മിന്നി. കരളും മിഴിയും, മനസ്സും കണ്ണും അല്ലെ. നമ്മുടെ കണ്ണിനും മനസ്സിനും സുഖമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അല്ലെ. അതായത് പൂക്കൾ നിറഞ്ഞ ഒരു ഇതും പച്ചപ്പിനും കാണുന്ന ആ ഭൂമിയുടെ ഭംഗി ഒരു പ്രത്യേകതയല്ലേ, നല്ല രസമല്ലേ, അതാ പറഞ്ഞപ്പോ മനസ്സും കണ്ണും മനസ്സും നിറഞ്ഞ്. പിന്നെന്താ പറയുന്നേ? കവർന്നു മിന്നി കരേറ്റൊരാലസൽ ഗ്രാമഭംഗി. അങ്ങനെ മനോഹരമായ ഗ്രാമഭംഗിയാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. ഒരു ഗ്രാമം രംഗം ആദ്യത്തെ പൂക്കൾ നിറഞ്ഞ മരങ്ങളാൽ ചുറ്റപ്പെട്ട, അതുപോലെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശം കണ്ട് മനസ്സും കണ്ണും കുളിർമയിൽ മിന്നി മിന്നി നിറഞ്ഞ് കരേറ്റൊരാലസൽ ഗ്രാമഭംഗി. അങ്ങനെ എന്താ മനോഹരമായ ഒരു ഭംഗിയെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ ആദ്യത്തെ 4 ലൈനില്. പിന്നെന്താ? പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി. പുളകം പോൽ കുന്നിൻ പുറത്ത് പറഞ്ഞാൽ എന്താ? പുളകം എന്ന് പറഞ്ഞാൽ എന്താ? കുളിര് അല്ലെ. പുളകം പൂണ്ടു എന്നൊന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങള്? പിന്നെ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി. പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി.
അതുപോലെ മൂടൽമഞ്ഞ് വീണപ്പോൾ കുന്നിൻ ചെരുവ് എന്ത് ചെയ്തു? കുളിരണിഞ്ഞു അല്ലെ? കുളിര് ഉലകം എന്ന് പറഞ്ഞാൽ കുളിരി എന്നർത്ഥം. കുളിരണിഞ്ഞു അങ്ങനെയാ പറഞ്ഞത്. അപ്പോ ഗ്രാമത്തിന്റെ ഭംഗിയെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി പൂക്കൾ നിറഞ്ഞ മരങ്ങളാലും പിന്നെയോ പച്ചപ്പ് നിറഞ്ഞും നമ്മുടെ മനസ്സിനും ശരീരത്തിനും, അത് മനസ്സിനും കണ്ണിനും കുളിർമ കിട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അല്ലെ? പുറത്ത് നല്ല വസന്തകാലം പോലത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നാ പറഞ്ഞേ. ഇപ്പൊ ഗ്രാമത്തിന്റെ ഭംഗിയെ കുറിച്ച് പറയുമ്പോൾ കുറെ പൂക്കളും മരങ്ങളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി. അപ്പൊ മനസ്സിനും കണ്ണിനും കുളിർമയേകി നല്ലൊരു പൂക്കളും പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ലൊരു മനസ്സിന് കുളിർമയേകുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഗ്രാമഭംഗിയെ പറ്റിയാണ് പറയുന്നത് അല്ലെ? ഉലകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി. അപ്പോ മൂടൽമഞ്ഞ് വീണപ്പോൾ കുന്നിൻ ചെരുവ് എന്ത് ചെയ്തു? കുളിരണിഞ്ഞു അല്ലെ? പുലരൊളി മാമല ശ്രേണികൾ. മാമല മല അല്ലെ? ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താ? നിരകൾ അല്ലെ? ശ്രേണി. പുലർക്കാല മലനിരകൾ എന്ന് പറഞ്ഞ പുലരൊളി പുലർക്കാലം. പിന്നെയോ മാമല ശ്രേണി മലനിരകൾ അല്ലെ? അപ്പൊ മൊത്തത്തിലൊരു നല്ല ഭംഗിയുള്ള അവസ്ഥയുണ്ട് എന്നാ പറഞ്ഞത്. പൂക്കൾ നിറഞ്ഞ മരങ്ങളാലും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാലും ഗ്രാമത്തിന് നല്ല ഭംഗിയിലായിരുന്നു അല്ലെ? ഉലകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലർക്കാലത്തെ മാമല മലനിരകളുടെ ഇവിടുന്ന് ഒച്ചേക്കുന്നേ ഹലീമടുത്താണോ? എന്താ ഹലീമ? അപ്പോ നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു ഗ്രാമരംഗം എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെയോ നമ്മളതിലത്തെ ഒരു ഗ്രാമരംഗം, ഗ്രാമത്തിലത്തെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ? അപ്പൊ മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി അല്ലെ? പൂക്കൾ നിറഞ്ഞ മരങ്ങളാലും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാലും മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരു ഗ്രാമഭംഗിയായിരുന്നു അത് അല്ലെ? എന്തേ ഹലീമ, അവിടെ ആരാ ഉള്ളത്? ശ്രദ്ധ എവിടെയല്ലോ ആണല്ലോ ഹലീമരെ, ലേ ഹലീമ? കേൾക്കുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തേ ഹലീമ. എന്തേ ഹലീമ? നോന്നാ? ആരാ അവിടെ ഉള്ളത്? സുഹൃത്തുക്കളാ? ആരും ഇല്ലാത്തൊരവസ്ഥയല്ലല്ലോ അത്. നീ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. ആരാ നീ? ഇരി വരുന്നുണ്ട് ഹലീമക്ക്. നിങ്ങൾ വിചാരിക്കും നമുക്കൊന്നും കാണുന്നില്ല എന്നല്ലേ? നല്ല വൃത്തി കാണുന്നുണ്ട് കേട്ടോ എല്ലാം. ഓക്കെ, അപ്പോ നമ്മൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത പഠിച്ചു അല്ലെ? പഠിക്കുന്നു അല്ലെ? 4 വരി നമുക്ക് പഠിച്ചാൽ മതി, കൂടുതൽ നിന്ന് പഠിക്കണ്ട. കാരണം നമുക്ക് എക്സാമിന് ഇത് വേണ്ട. ഇപ്പോ ഹലീമ നോട്ട് കംപ്ലീറ്റ് ചെയ്തോ? 3ാമത്തെ ലെസന്റെ ചെയ്തോ ഹലീമ? മൂന്നും ഫസ്റ്റും സെക്കൻഡും തേർഡും ലെസന്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തോ?
അതാരാ ചോദിച്ചേ? മൂന്നാമത്തെ പാഠത്തിന് കംപ്ലീറ്റ് ചെയ്തോ? ടേക്ക് യുവർ മലയാളം നോട്ട്ബുക്ക്. നോക്കിയോ മിസ്സേ? കുറച്ച് അടുത്തോട്ട് പിടിച്ചേ മൊബൈലിന്റെ. 3 കംപ്ലീറ്റ് ആയോ? ഈ ഫോട്ടോ ഇട്ട് തന്നോ എനിക്ക്? മൂന്നാമത്തെ ആണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഇപ്പൊ കംപ്ലീറ്റ് ആവാത്ത ആരും ഇല്ലല്ലോ നോട്ട്? ഓക്കെ. ജീവ, നിനക്ക് കംപ്ലീറ്റ് ആണോ? ജീവ ജോർജ് ഒന്നും കേൾക്കുന്നില്ല? കേൾക്കാൻ പറ്റുന്നില്ലേ? ജീവ എല്ലാ ക്ലാസ്സിലും സ്റ്റക്കാ. സത്യം അല്ലേ? ഒന്നും ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ജോയലിന് ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട്. മിസ് നോട്ട് ക്ലിയർ. ശ്രീവിഷ്ണുവിനില്ല. ജോയൽ, അശ്വിൻ, നിങ്ങൾക്ക് ആർക്കും ക്ലിയർ ഉണ്ടായിരുന്നില്ലേ? എത്ര പേർക്ക് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. ശ്രീവിഷ്ണു കേട്ടില്ലേ മോനെ? ശ്രീവിഷ്ണുവിന് കേട്ടില്ലേ? ഓക്കെ. ഹരിനന്ദിനി കേൾക്കുന്നുണ്ടോ? ഹരിനന്ദ സ്ട്രക്കാണ്. ഓക്കെ. ആതിര ഇതിപ്പം ജുവാന സ്ട്രക്കാണ്. ജുവാനക്ക് കേൾക്കുന്നുണ്ടോ? ജുവാന, അശ്വിൻ, ശ്രീവിഷ്ണു, ജീവ, രവനി ഓക്കെയാണ്. ഇന്ന് ഹലീമക്ക് ഓക്കെയാണ്. ഏതായാലും ഹലീമക്ക് ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഹരിനന്ദ, ഹരീഷ്ണൻ, മിസ്നോ ക്ലിയർ പറഞ്ഞിട്ടുണ്ട്. കുറെ പേർക്ക് ക്ലിയർ ഇല്ല. ഹെവൻ ഓക്കെ അല്ലേ? ഷാനിഫ്, ഹെവൻ എല്ലാം ഓക്കെയാണ്. ജസ്റ്റിസ്, അഫ്രാസിന് കേൾക്കുന്നില്ലേ മോനെ? കേറാൻ ലേറ്റ് ആയില്ലേ? അതെ അല്ലേ? വരാൻ പറ്റിയില്ല. മൊബൈലിലാണല്ലോ നീ ഉള്ളത് ഇപ്പൊ. അത് കമ്പ്യൂട്ടർ നോക്കിയപ്പോ വേഗം നെറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ മൊബൈലിൽ കയറി. ഓക്കെ. അപ്പോ ഈ പാഠം ഒന്ന് വായിക്കാൻ പറ്റുമോ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഓക്കെ. ആതിരക്ക് പറ്റും. ആതിര വായിച്ചോ. അൺമ്യൂട്ട് ചെയ്ത് വായിക്കും. ഒരു ഗ്രാമരംഗം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിങ്ങി ഗ്രാമഭംഗി കുന്നിൻ പുതുമൂടൽ മഞ്ഞല. അതിലൊക്കെ നെറ്റ് ക്ലിയർ പോയോ? ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞു നോക്കിയാലേ പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതൂരെ പൂമഴയായി പിന്നെ. തളിരും മലരും തരുപടർപ്പും തണലും തണുവണിപ്പുൽപ്പരപ്പും കളകാളം ചെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകി പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമിട്ടി പതറിപ്പതഞ്ഞു ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ നിൽക്കുന്ന കുന്നുകളും സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിർക്കുല ചാർത്തണഞ്ഞ പരിചെഴുന്നൽപ്പാട വീതികളും
ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനീയും താമര പൊയ്കകളും ഇവയെല്ലാം ആവേറും രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആരാ പാടുന്നേ? ജോയിലോ? ഓക്കെ, ജോയിൽ അൺമ്യൂട്ട് ചെയ്ത് പഠിക്കോ. ജോയിലെ അൺമ്യൂട്ട് ചെയ്തോ. പാടുന്നില്ലേ? പഠിക്കോ. ഞാൻ പാടുന്നു പറഞ്ഞില്ലല്ലോ. സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആരാ? ശ്രീവിഷ്ണു. അൺമ്യൂട്ട് ചെയ്ത് പഠിക്കോ ശ്രീവിഷ്ണു. ശ്രീവിഷ്ണു അൺമ്യൂട്ട് ചെയ്ത മോനെ. നിജാദ്. ജസ്റ്റസ് പഠിക്കോ. നല്ല രീതിയിൽ പാടിയേ. നോക്കട്ടെ എങ്ങനെയുണ്ട്. മിസ്സിന് പാടാൻ അറിയുന്നോണ്ടൊന്നല്ല പാടിയത്. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൻ കാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരുളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലേ വീടെല്ലാം പൂത്ത മരങ്ങൾ എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാല് അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദൂരെ പൂമഴയായി പിന്നെ തളിരും മലരും തരു പടർപ്പും തണലും താണുവാണി പുൽപ്പരപ്പും കളകളം പെയ്തു പറക്കുന്ന പക്ഷികളും പരിമൃദു പതറിപ്പതഞ്ഞു ഒരു നല്ല വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിൽ കൂല ചാത്തണിഞ്ഞ പരിചയം പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും തമരം പൊയ്കകളും ഇവയെല്ലാം ആവേറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, ഗുഡ്. ഹലീമ എവിടെയാ ശ്രദ്ധിക്കുന്നത്? ഹലീമ ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ലേ? അപ്പൊ എല്ലാവരും ഈ പോയം ഇനിയിപ്പോ ഏതായാലും എക്സാം കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി. എക്സാമിന് പഠിക്കണ്ടേ? എല്ലാരും റെഡിയായി എക്സാമിന്? എന്തിയാ മലയാളത്തിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാം ഇട്ടുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് പഠിക്കണ്ട. ഇങ്ങനെ പഠിക്കാനില്ല അല്ലെ? പക്ഷെ കുറെ പഠിക്കാനുള്ള സബ്ജക്ട്സ് ഉണ്ട് അല്ലേ? ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാരും നല്ലപോലെ വായിക്കുക ടെക്സ്റ്റ് കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കൂടുതൽ അധികം വരുന്നത് എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് വായിച്ചാലേ പറ്റും. ടെക്സ്റ്റ് വായിച്ച് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും കൂടുതലില്ലാന്ന് തോന്നുന്നല്ലോ. എല്ലാം വൺ വേർഡ് ആൻസർ ആയിട്ടാ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ, സയൻസും സോഷ്യലിലും ഒരുപാട് വരും. എവിടുന്നാ വരുക എങ്ങനെയാ വരുവാന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഒരുപാടില്ലേ നമുക്ക്. അത് മാർക്ക് എത്രയില്ല? മാർക്ക് ടോട്ടല് 50 തന്നെ. ടോട്ടൽ 50 തന്നെയാ മാർക്ക്. അവിടെ ഇപ്പം നിങ്ങൾക്ക് മാത്സിനെല്ലാം കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ, അതായത് കുറച്ച് ക്വസ്റ്റ്യനേ ഉണ്ടാവൂ. പക്ഷെ ഒരു ക്വസ്റ്റ്യനെ
നല്ല മാർക്ക് പോവും ഒന്ന് തെറ്റിപ്പോയാല്. കാരണം നല്ല മാർക്ക് ഉണ്ടാവും ഓരോ കുറച്ച് ക്വസ്റ്റ്യൻ കുറയുന്നതിനനുസരിച്ച് മാർക്ക് കൂടുമല്ലോ. ഒറ്റൊരു ക്വസ്റ്റ്യന് നല്ല മാർക്ക് വരുന്നുണ്ടാവും. ഒരു 10 ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ടൈം ടേബിൾ കിട്ടും. Time നിങ്ങൾ table ഏതായാലും അതിന് റെഡി ആയിക്കോ. 3 ദിവസം മുമ്പേ പറഞ്ഞില്ലേ ടൈം ടേബിൾ ഇപ്പൊ ഇന്നോ നാളെ ആയിട്ട് സെൻഡ് ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പം എന്താ ഓഗസ്റ്റ് 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാണല്ലോ. അപ്പൊ എല്ലാരും റെഡി ആയിക്കോ. ഇപ്പൊ ജീവൊക്കെ ക്ലിയർ ആയി അല്ലേ ജീവ? ഇപ്പൊ ജീവ അനങ്ങുന്നതാണുണ്ട്, അല്ലെങ്കിൽ ജീവ അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഒരു സ്റ്റൈൽ ഒറ്റ രീതിയിൽ ഇരിപ്പായിരുന്നു. ജീവ എന്താണ് നോട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ മോനെ? നോട്ട് നോക്കണ്ട, കംപ്ലീറ്റ് ചെയ്തോ? നോട്ട് കംപ്ലീറ്റ് ചെയ്തോ എല്ലാം? ജീവക്കാദ്യം. അപ്പൊ എല്ലാരും റെഡി ആവുക കേട്ടോ. ഓക്കെ, ബൈ, സീ യു, ബൈ. എല്ലാരും പഠിക്കുക കേട്ടോ. തേർഡ് ലെസൺ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജീവ. കുഴപ്പമില്ല, കംപ്ലീറ്റ് ചെയ്യണേ ജീവ.